എന്ത് തോന്നാനാണ്? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു നന്മയുള്ള വാർത്ത നമുക്ക് കേൾക്കാൻ ഒരു ദിവസമെങ്കിലും യോഗമുണ്ടാകുന്ന ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. എത്ര കുടുംബങ്ങളിൽ, കാരണം എല്ലാ മേഖലയും തകർക്കുകയാണ്. എന്നിട്ട് അക്രമം, കുറ്റകൃത്യങ്ങൾ, ഏറ്റവും ഹീനമായ കൃത്യങ്ങൾ ചെയ്തിട്ട് അവരെ സംരക്ഷിക്കാൻ പാർട്ടി എല്ലാ രീതിയിലും സഹായിക്കുകയും ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് പാർട്ടിയുടെ ആൾക്കാരാണോ? ഇപ്പോൾ അനീഷയുടെ അച്ഛൻ പറഞ്ഞതുപോലെയാണ്, അക്രമം നടത്തിയവരെ എന്തായാലും മരിച്ചവർ മരിച്ചു, ഇനി ആ മരണത്തിന് ഉത്തരവാദിയായവരെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാം അതിനുവേണ്ടി ഓടുകയാണ്. ഇതിനകത്ത് എല്ലാ രീതിയിലും അഴിമതിയും നടക്കുകയാണ്. കാരണം പണം ഒരു വലിയ ഫാക്ടറായി മാറുകയാണ്. അഴിമതി അതിൻ്റെ അറ്റത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് പണം കൊടുത്ത് എല്ലാത്തിനെയും വാങ്ങിക്കുകയാണ്, നീതിയെ വാങ്ങിക്കുകയാണ്. ഞാനിവിടെ അനീഷയുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത്, എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി. കാരണം എന്തുമാത്രം സംഘർഷത്തിലൂടെയാണ് പോകുന്നത്. ദയവ് ചെയ്ത് കേരളത്തിലെ ജനം, കേരളത്തിലെ മലയാളികളായ മാതാപിതാക്കളും എല്ലാവരും ചിന്തിക്കുക. ഇത്തരം ഒരു അക്രമ രാഷ്ട്രീയം, അരാജകത്വ രാഷ്ട്രീയം, കാരണം നമ്മുടെ കേരളം സുന്ദരമായ കേരളമാണ്. നമ്മൾ 90% പേരും അല്ലെ ഭൂരിപക്ഷം പേരും നല്ലവരാണ്. നല്ലൊരു കേരളത്തിനായിട്ട് നമ്മൾ അടുത്ത തലമുറയും വളർത്തിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് നന്മയോടെ ചിന്തിക്കുക. ഇതിനകത്ത് രാഷ്ട്രീയം വേണ്ട. ഞാൻ ഇതിനകത്ത് വോട്ടഭ്യർത്ഥിക്കാൻ ഒന്നുമല്ല പറയുന്നത്. ഇന്ന് അനീഷയോട് സംഭവിച്ചത് മറ്റൊരു അനീഷയ്ക്കും സംഭവിക്കാതിരിക്കട്ടെ. അല്ല, തീർച്ചയായിട്ടും. കാരണം ഇപ്പം തന്നെ അദ്ദേഹം എനിക്കൊരു നോട്ടീസ്, ഇതല്ലാതെ ഞാനൊരു നിവേദനം വാങ്ങിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നേതാക്കളെല്ലാം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏതെങ്കിലും അവസരത്തിൽ നമ്മുടെ ഇവിടെ പ്രധാനമന്ത്രി വരികയാണെങ്കിൽ ഞാൻ അനീഷയുടെ മാതാപിതാക്കളെ കൊണ്ടുപോയി ഇവരെ കൊണ്ട് നേരിട്ട് കുടിപ്പിക്കാനാണ് എൻ്റെ മനസ്സിലൂടെ പോയത്. കാരണം അത്രമാത്രം നമ്മുടെ വീട്ടിൽ നടക്കുന്നൊരു വിഷയമായിട്ട് എനിക്ക് എപ്പോഴും തോന്നും. അതിവിടെ മാത്രമല്ല, ഏത് കുട്ടികൾക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു ദാരുണാന്ത്യം ഉണ്ടാവാൻ പാടില്ല. കാരണം ജീവിച്ചിരിക്കുന്നവർക്ക് മരണം വരെ ഒരു നീറി ജീവിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഇവർക്ക് പ്രധാനമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം നൽകാനുള്ള അവസരം ഉണ്ടാകും. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഇവിടെ വരികയാണെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. ഇല്ല, അമിത്ഷായാണ് അല്ലെങ്കിൽ നഡ്ഡാജി ആര് വന്നാലും ഇവരെ നേരിൽ കൊണ്ടുപോയി CBI അന്വേഷണത്തിനായിട്ട് നിവേദനം കൊടുത്തിരിക്കും. നേരത്തെ BJP പ്രവർത്തകരും BJPയുടെ സംസ്ഥാന പ്രസിഡന്റും എല്ലാം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യമാണ് അനീഷയുടെ കാര്യം. നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന CBI അന്വേഷണം ആവശ്യമായിട്ട് തന്നെ കൊല്ലം BJP കൊല്ലം ജില്ലാ സമിതിയും സംസ്ഥാന സമിതിയും എല്ലാം അനീഷയുടെ കേസ്, അതുകൂടാതെ മറ്റ് പ്രസ്ഥാനങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കേസാണ്. അപ്പോൾ ഒന്നും കൂടി ഇത് ചെയ്യാൻ ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടിയല്ല, അത് നടത്തിയെടുക്കുന്നത് വരെ നമുക്ക് ശ്രമിക്കാം. 1, 2, 3 തവണയായാലും എന്താ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു അറുതി വരുത്തണമെങ്കിൽ നമ്മൾ ഇത്തരം നടപടിയിലൂടെ തന്നെ പോകണം. കാരണം കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിൽ ഭരണകൂടത്തിൻ്റെ തന്നെ തണലിൽ ഇത്തരം പ്രവൃത്തി നടക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ എങ്ങനെ നീതി പ്രതീക്ഷിക്കാം? കിട്ടത്തില്ല, ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് കേന്ദ്രത്തിൽ മാത്രമാണ് നമുക്ക് അഭയം. ഈ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. മാതാപിതാക്കളെ കൊണ്ട് ഏത് നേതാവാണോ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഉന്നത നേതാവ്, അവരിലൂടെ പ്രധാനമന്ത്രി എത്തിച്ച് CBI അന്വേഷണം ഉറപ്പാക്കിയിരിക്കും. ഈ സംസ്ഥാന പോലീസിൽ ആദ്യം ഇവരൊരു വിശ്വാസം വെച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് വന്നിട്ടും അന്വേഷണത്തിൽ അവസാനം ആ അമ്മയും അച്ഛനും പറയേണ്ടി വന്നു സംസ്ഥാന പോലീസിലും ക്രൈംബ്രാഞ്ചിലും കേരള പോലീസിൽ സംസ്ഥാന സർക്കാരിൽ വിശ്വാസമില്ല എന്ന്. അല്ല, ആ മാതാപിതാക്കളുടെ വലിയ മനസ്സിനെ ഞാൻ ആദ്യം ആലോചിക്കുന്നത്, അതിനെ അഭിനന്ദിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മരണം സംഭവിച്ച വേദനയോടെ ഇരിക്കുമ്പോൾ പോലും എന്നിട്ടും ഞാൻ കേരള പോലീസിനെ ഒന്നടങ്കം കുറ്റം പറയില്ല. പോലീസ് സേനകളെ ഒരു സേനയും എനിക്ക് ഒന്നടങ്കം കുറ്റം പറയാൻ ആഗ്രഹമില്ല. കാരണം അതിലും ബഹുഭൂരിപക്ഷം പേരും വളരെ നല്ലവരും രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നവരാണ്. പക്ഷേ ഒരു വിഭാഗം പലരുടെയും എന്താ പറയുക, അടിമകളായി പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അവർ മാത്രമാണ്, അവരെ എന്തും ചെയ്യും എന്ന്. അതുകൊണ്ടാണ് നമുക്ക് ഈ പോലീസ് സേനയിൽ വിശ്വാസം പോകുന്നത് ഈ 10% കൊണ്ടാണ്. എന്നിട്ട് പോലും ഈ മാതാപിതാക്കൾ വിചാരിച്ചു അവരിൽ നിന്ന് ഒരു നീതി കിട്ടുമെന്ന്. അത് അവരുടെ നല്ല മനസ്സിൻ്റെ ഭാഗം. പക്ഷേ അതിൻ്റെ ഒരു കാലം കഴിഞ്ഞിരിക്കുന്നു. എത്ര 84 ദിവസത്തോളം ആയിരിക്കുന്നു, അല്ലേ? 64 ദിവസത്തോളം ആയിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് എന്തോന്നൊരു ചെറിയ കേസെടുത്തിരിക്കുന്നു. ഇതല്ല വേണ്ടത്. അതിശക്തമായ കേസെടുത്ത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അഴിയെണ്ണീക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനാൽ CBIക്ക് പരാതി കൊടുത്ത് ഏതറ്റം വരെ പോകാനും ഞാനും എൻ്റെ സംഘടനയും തയ്യാറാണ്.